രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ശ്രീരാമചന്ദ്രൻ സീതയെ വിവാഹം കഴിക്കുന്നത് എനിക്ക് ഏറ്റവും സൗഭാഗ്യകരമായ കാര്യമായിട്ട് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ജനകാനാം കുലേ കീർത്തിം ആഹരിഷ്യതി മേ സുത സീത ഭർത്താരമാസാദ്യ രാമം ദശരഥാത്മജം. ദശരഥന്റെ പുത്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ തന്റെ ഭർത്താവായി നേടി സീതാദേവി ഈ പവിത്രമായിരിക്കുന്ന ജനകന്മാരുടെ വംശത്തിന് ഏറ്റവും വലിയ സൗഭാഗ്യത്തെയും ഏറ്റവും വലിയ കീർത്തിയെയും സമ്മാനിക്കും. സീതയുടെ ഭർത്താവായിട്ട് രാമൻ വന്നു കഴിഞ്ഞാൽ, രാമന്റെയും സീതയുടെയും വിവാഹം നടന്നു കഴിഞ്ഞാൽ, സീത കാരണം ഈ വംശത്തിന് ഏറ്റവും വലിയതായ പ്രശസ്തി ഉണ്ടാകും, ഏറ്റവും വലിയ സൗഭാഗ്യമുണ്ടാകും. അതിൽ പരം സൗഭാഗ്യം ഇനി ഈ പ്രപഞ്ചത്തില് ഒരു പ്രകാരത്തിലും കിട്ടാനില്ല. അല്ലയോ മഹാത്മാവേ, ഞാനിത് രാമന്റെ ആ ത്രയംബക ഭഞ്ജനം കണ്ടപ്പോഴേക്കും പൂർണ്ണമായും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതാ എന്റെ പ്രതിജ്ഞ സഫലമാകാൻ പോകുന്നു. അതിന് അങ്ങയുടെ അനുഗ്രഹം വേണം. അങ്ങ് അനുഗ്രഹിച്ചിട്ടാണ് ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. മമ സത്യ പ്രതിജ്ഞാസ വീര്യശുൽക്കേതി കൗശിക. അല്ലയോ വിശ്വാമിത്ര മഹർഷി, എന്റെ പ്രതിജ്ഞ അവൾ വീര്യശുൽക്കയാണ് എന്നുള്ള പ്രതിജ്ഞ ഇതാ സാഫല്യത്തെ പ്രാപിച്ചിരിക്കുന്നു. ഈ വില്ല് ഈ ലോകത്തിൽ ആർക്കും എടുത്ത് കുലയ്ക്കാവുന്നതല്ല. ദേവന്മാർക്കോ യക്ഷകിന്നരാദികൾക്കോ ഒന്നും തൊടാൻ കഴിയുന്നതല്ല വില്ല്. അപ്പോൾ മനുഷ്യരൂപത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന ഒരു കുമാരന് എങ്ങനെ അതെടുത്ത് കുലയ്ക്കാനാകും? എന്റെ ആ പ്രതിജ്ഞ അത് വളരെ കഠിനമായ പ്രതിജ്ഞയാണ്. അതിതാ സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു, സത്യമായി കഴിഞ്ഞിരിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടിയിട്ട് ജനകൻ പറയാണ്, ഈ ലോകത്തിൽ വേറെ ആർക്കും ഇങ്ങനൊരു പ്രതിജ്ഞ എടുക്കാൻ സാധ്യമല്ല. കാരണം ഇത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിതാ ജനകൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു. മമ സത്യ പ്രതിജ്ഞാസ വീര്യശുൽക്കേതി കൗശിക സീത പ്രാണേർ ബഹുമത ദേയ രാമായ മേ സുത. എന്റെ മകൾ, എനിക്ക് എന്റെ പ്രാണനെ പോലെ പ്രിയപ്പെട്ടവൾ, എന്റെ പുത്രിയായിരിക്കുന്ന ഈ സീതയെ ഞാൻ രാമന് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. രാമന് നൽകേണ്ടതാണ്. എന്റെ പ്രതിജ്ഞ വീരശുൽക്ക എന്നാണ്. രാമനിതാ വീരത തെളിയിച്ചും കഴിഞ്ഞിരിക്കുന്നു. ഞാൻ സീതയെ രാമന് നൽകേണ്ടതാണ്. പക്ഷെ ആ നൽകുന്നതിന് അനുമതി വേണം. ആരുടെ അനുമതി? ഗുരുവിന്റെ അനുമതി, രാമന്റെ അച്ഛന്റെ അനുമതി. ഇത് രണ്ടും വേണം. ഭവതോ അനുമതേ ബ്രഹ്മൻ ശീഘ്രം ഗച്ഛന്തു മന്ത്രിണഃ. വിവാഹം നടക്കുമ്പോഴേക്കും ആ വിവാഹത്തിന് വരന്റെ അച്ഛനും അമ്മയും അതേപോലെയുള്ള ബന്ധുക്കളും അങ്ങേറ്റം സന്തോഷത്തോടു കൂടിയിട്ട് അംഗീകാരം നൽകണം. അവരുടെ അംഗീകാരമില്ലാതെ ഒരു വിവാഹവും പാടില്ല. എന്ന് മാത്രമല്ല, വധുവിന്റെ അച്ഛനും അമ്മയും അതേപോലുള്ള അമ്മാവന്മാർ തുടങ്ങിയതായ ബന്ധുക്കളും കാരണവന്മാര് അവരെല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങനെയുള്ളതായ ആ വിവാഹ ബന്ധത്തെ അംഗീകരിക്കണം. അവർ വേണം വിവാഹം നിശ്ചയിക്കാൻ. വേറെ ആർക്കും വിവാഹം നിശ്ചയിക്കാൻ ഭാരതീയമായിരിക്കുന്ന പാരമ്പര്യമനുസരിച്ച് അധികാരമില്ല. അച്ഛനമ്മമാർക്കാണ് അതിനുള്ള അധികാരം. വധുവിന്റെ അച്ഛനമ്മമാർക്കും വരന്റെ അച്ഛനമ്മമാർക്കും. ഇപ്പോഴിതാ സീത അയോനിജയാണ്, പിന്നെ പിതാവ് ഞാനാണ്.
എനിക്ക് സന്തോഷമായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇനി ചെയ്യേണ്ടത് സീതയെ രാമന് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം രാമൻ തന്റെ വീരതയെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇവിടെ ഏർപ്പെടുത്തിയിരുന്ന പരീക്ഷ രാമൻ വളരെ ഭംഗിയായിട്ട് സഫലമാക്കി കഴിഞ്ഞിരിക്കുന്നു, ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇനി രാമന്റെ പിതാവിന്റെ അമ്മയുടെ അനുഗ്രഹം വേണം, സമ്മതം വേണം. എങ്കിൽ മാത്രമേ സീതയെ എനിക്ക് രാമന് വിവാഹം കഴിച്ചു കൊടുക്കാൻ സാധ്യമാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് അല്ലയോ മഹാത്മാവേ, അങ്ങയുടെ അനുമതിയോടുകൂടി എന്റെ ദൂതന്മാര് ഭവതോ അനുമതേ ബ്രഹ്മൻ ശീഘ്രം ഗച്ഛന്തു മന്ത്രണ, അങ്ങയുടെ അനുവാദത്തോടു കൂടിയിട്ട് അങ്ങയുടെ ആജ്ഞയും ശിരസാവഹിച്ചുകൊണ്ട് എന്റെ മന്ത്രിമാര് വളരെ വേഗത്തില് അയോധ്യയിലേക്ക് പോകട്ടെ. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതായ തേരുകളിൽ വേണം അവർ പോകാൻ. എത്രയും വേഗം അയോധ്യയിൽ അവർ എത്തിച്ചേരണം. മഹാരാജാവായ ദശരഥനെ കാണണം. രാജാനം പ്രസൃതേർവാക്യേഹി ആനയന്തു പുരം മമ. മഹാരാജാവായിരിക്കുന്ന ദശരഥനെ കാര്യങ്ങളെല്ലാം ഗ്രഹിപ്പിച്ച് രാമലക്ഷ്മണന്മാരോടൊപ്പം വിശ്വാമിത്ര മഹർഷി ഇവിടെ വന്നു ചേർന്നു എന്നും രാമൻ ത്രയംബകം എടുത്ത് കുലയേറ്റി ആ ത്രയംബകത്തെ ഭഞ്ജിച്ചു എന്നും ആ രാമന് തന്റെ മകളായിരിക്കുന്ന സീതയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ജനക മഹാരാജാവ് ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹത്തെ അറിയിക്കണം. എങ്ങനെ? വളരെ വിനീതമായ വാക്കുകൾ കൊണ്ട്, വളരെ മധുരമായ വാക്കുകൾ കൊണ്ട്, ഹൃദയഹാരിയായ വാക്കുകൾ കൊണ്ട് ദശരഥനെ അറിയിക്കണം. എന്നിട്ട് ദശരഥനോട് പ്രാർത്ഥിക്കണം. പ്രധാനം വീര്യശുൽക്കയായിരിക്കുന്ന എന്റെ മകളെ രാമന് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വേണം, അദ്ദേഹത്തിന്റെ സമ്മതി വേണം, അദ്ദേഹം വരണം. മാതാക്കന്മാരോടൊപ്പം, രാമന്റെ മാതാക്കന്മാരോടൊപ്പം, ഗുരുജനങ്ങളോടൊപ്പം, നാട്ടുകാരോടൊപ്പം, അമാത്യന്മാരോടൊപ്പം, സകല സൈനികരോടുമൊപ്പം, എല്ലാ രാജകീയ വിഭവങ്ങളുമായിട്ട് ദശരഥ മഹാരാജാവ് ഇവിടെ വന്നു ചേരണം. വന്നു ചേർന്ന് അനുഗ്രഹിച്ച് രാമലക്ഷ്മണന്മാരെ അനുഗ്രഹിച്ചിട്ട് ശ്രീരാമചന്ദ്രന് ഈ വിവാഹം നടത്താനായിട്ട് അനുവാദം തരണം. അദ്ദേഹം തന്നെ അതിന് എല്ലാ രീതിയിലും നേതൃത്വം നൽകുകയും വേണം. ഈ കാര്യം മധുരമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കണം ഈ മന്ത്രിമാര്. അങ്ങ് അനുവദിച്ചാൽ മാത്രമേ, അല്ലയോ മഹർഷേ, അങ്ങ് അനുവദിച്ചാൽ മാത്രമേ മന്ത്രിമാരെ ഇങ്ങനെ ഒരു സന്ദേശവുമായിട്ട് എനിക്ക് അവിടെ അയക്കാൻ പറ്റൂ എന്ന് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം ദശരഥ മഹാരാജാവിനെ അറിയിക്കുകയും വേണം. മുനിഗുപ്തൗ ജകാകുത്സ്ഥൗ കഥയന്തു നൃപായ വൈ. മഹർഷിയായിരിക്കുന്ന വിശ്വാമിത്രന്റെ സംരക്ഷണയില് രാമനും ലക്ഷ്മണനും അങ്ങേറ്റം സുരക്ഷിതരായിട്ട് ഇവിടെ മിഥിലയിൽ ഉണ്ട്, മിഥിലയിൽ പാർക്കുന്നു, സന്തോഷത്തോടുകൂടി ഇവിടെ പാർക്കുന്നു എന്നും അദ്ദേഹത്തെ അറിയിക്കണം. അദ്ദേഹം വളരെ കൗതുകത്തോടുകൂടിയിട്ട്, ഉത്കണ്ഠയോടുകൂടിയിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: രാമലക്ഷ്മണന്മാർ സുഖമായി ഇവിടെ വസിക്കുന്നുണ്ടല്ലോ എന്ന്. അതും അദ്ദേഹത്തെ അറിയിക്കണം. എന്നിട്ട് അദ്ദേഹത്തെ വളരെ വേഗത്തിൽ ഇവിടേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് അതിനായിട്ട് മന്ത്രിമാരെ അയക്കാൻ അല്ലയോ മഹർഷിയെ അങ്ങ് കൽപ്പിക്കണം. കൗശികസ്തു തഥേത്യാഹ. കൗശികൻ പറഞ്ഞു, അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ, എത്രയും വേഗം അങ്ങയുടെ മന്ത്രിമാരെ അയക്കുക എന്ന് വിശ്വാമിത്രൻ കൗശികൻ പറഞ്ഞ അവസരത്തില് അയോധ്യാം പ്രേഷയാമാസ ധർമാത്മാ കൃതശാസനാൻ. ധർമാത്മാവായിരിക്കുന്ന ആ മഹാരാജാവ് ജനകൻ വേണ്ടുന്നതായ നിർദ്ദേശങ്ങളെല്ലാം നൽകി തന്റെ മന്ത്രിമാരെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതായ തേരുകളിൽ അയോധ്യയിലേക്ക് ദശരഥന്റെ സമീപത്തേക്ക് അയച്ചു. അവര് വളരെ വേഗത്തിൽ സഞ്ചരിച്ചിട്ടും 3 പകലും 3 രാത്രിയും കൊണ്ടാണ് അവരവിടെ എത്തിയത്. 3 രാത്രികളില് ആ കുതിരകൾക്ക് വിശ്രമം കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് ഓരോടത്ത് വിശ്രമിച്ചു, തങ്ങി. അങ്ങനെ
അവര് 4-ാം ദിവസം രാവിലെ അയോധ്യയിൽ എത്തിച്ചേർന്നു. ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നിട്ട് അദ്ദേഹത്തിന്റെ മന്ത്രിമാര് ജനകന്റെ സന്ദേശവുമായിട്ട് ദശരഥ മഹാരാജാവിനെ മുഖം കാണിക്കാനായിട്ട് വന്നു ചേർന്നിരിക്കുന്നു എന്ന് ദശരഥ മഹാരാജാവിന്റെ തന്നെ സൈനികര് അദ്ദേഹത്തെ അറിയിച്ചു. ദശരഥൻ വളരെയേറെ സന്തോഷിച്ചു. വിധിപ്രകാരം അവരെ സ്വീകരിച്ചു. അവരെ ആനയിക്കാനായിട്ട് കൽപ്പനയുമായി അവരെ വിധിപ്രകാരം സ്വീകരിച്ച് അവിടെയുള്ള എല്ലാ ആളുകളും അതിന് ചുമതലപ്പെട്ടവരെല്ലാം ചേർന്ന് വിധിപ്രകാരം സ്വീകരിച്ച് ദശരഥന്റെ മുന്നിലേക്ക് അവരെ ആനയിച്ചു. തുടർന്നാണ് ദശരഥൻ മിഥിലയിലേക്ക് വരുന്നതും. അവിടെ വച്ചിട്ട് ദശരഥന്റെ വംശത്തിലുള്ള രാജാക്കന്മാരുടെ എല്ലാവരുടെയും പേരുകൾ നമുക്ക് കേൾക്കാൻ കഴിയും. ജനകന്റെ വംശത്തിലെ രാജാക്കന്മാരുടെ പേരുകളും കേൾക്കാൻ കഴിയും. വിവാഹത്തിന് മുമ്പ് 2 വംശത്തിലെയും എല്ലാ തലമുറയിൽപ്പെട്ട ആളുകളുടെയും പേരുകൾ അന്യോന്യം പറഞ്ഞ് കേൾപ്പിക്കണം. ആ ചടങ്ങ് നമ്മൾ അത് നാളെ കാണും. തുടർന്ന് വിവാഹവും കാണും. നാളെ രാത്രി 8:30 നമുക്ക് ഒരുമിച്ച് കൂടാം. അതിന് വാൽമീകി മഹർഷി നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപങ്കജങ്ങളിൽ, വാൽമീകി മഹർഷിയുടെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.